വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ വനിതാ സംവരണ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ളതാണ് ഭരണഘടനാ ഭേദഗതി ബിൽ. മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടി വനിതാ സംവരണം നടപ്പാക്കുന്നതിലാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്. ലോക്സഭയിലെ ചർച്ചയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് അവരുടെ തീരുമാനം. KC വേണുഗോപാൽ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വനിതാ സംവരണം എന്ന് പറയുന്നത് 2023 പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, 543 അംഗ പാർലമെന്റിൽ വനിതാ സംവരണം നടപ്പിലാക്കട്ടെ. 1/3 വനിതാ സംവരണം നടപ്പിലാക്കട്ടെ. ഞങ്ങളെല്ലാം പിന്തുണക്കാൻ തയ്യാറാണ്. വനിതാ സംവരണത്തിലെ മറപിടിച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്ത് ഇന്ത്യയിലെ ഭരണം എല്ലാ കാലത്തും തങ്ങളുടെ കയ്യിൽ നിർത്താമെന്നാണ് ഈ ബില്ലിലൂടെ അവർ വ്യാമോഹിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടപ്പാക്കുന്നത് ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം കുറയ്ക്കുമെന്ന വിമർശനവും ശക്തമാണ്. തമിഴ്നാട്ടിൽ DMK-യുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു. അതേസമയം ലോക്സഭയിലെ 18 മണിക്കൂർ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. സ്ത്രീ ശാക്തീകരണത്തിനായി രാജ്യം ചരിത്രപരമായ നടപടികളിലേക്ക് നീങ്ങുന്നുവെന്ന് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ്. R. അച്യുതൻ, PR അരവിന്ദ്, മനേഷ് മൂർത്തി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം അച്യുതനിലേക്ക് തന്നെ പോകുന്നു. അച്യുതൻ, പാർലമെന്റ് നടപടികൾ എപ്പോഴാണ് തുടങ്ങുക? ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവർ പ്ലാൻ ചെയ്യുന്നത്? സർക്കാർ പ്ലാൻ എന്താണ് അച്യുതൻ? ഹാഷ്മി പ്രവിധ 11 മണിയോടുകൂടിയായിരിക്കും പാർലമെന്റ് സഭാ നടപടികൾ ആരംഭിക്കുക. ആ ഘട്ടത്തിലായിരിക്കും ഈ രാജ്യത്ത് വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള 3 ഭരണഘടനാ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുക. അതിൽ 2 എണ്ണം നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ ആയിരിക്കും സഭയിൽ അവതരിപ്പിക്കുക. എന്നാൽ യൂണിയൻ ടെറിട്ടറി നിയമ ഭേദഗതി അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും അവതരിപ്പിക്കുക. എന്തായാലും 18 മണിക്കൂർ ചർച്ച ഈ 3 ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലും ലോക്സഭയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 16 മണിക്കൂർ ചർച്ച രാജ്യസഭയിലും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അഭിസംബോധന ചെയ്ത് സഭയിൽ സംസാരിക്കും എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ ഈ ബില്ലിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഇതിൽ എന്താണ് പ്രതിപക്ഷത്തിനുള്ള മറുപടി, പ്രധാനമന്ത്രിയുടെ മറുപടി എന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ സഭയെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും ഇതുവരെയും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോ ഈ വിഷയത്തിൽ നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം പ്രതിപക്ഷം ഇതിൽ എതിർക്കുന്ന 2 കാര്യങ്ങൾ, അതൊന്ന് മണ്ഡല പുനർനിർണയവും രണ്ടാമത്തേത് യൂണിയൻ ടെറിട്ടറി നിയമ ഭേദഗതിയുമാണ്. അതിൽ ചില ഗൂഢ ലക്ഷ്യങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പിന്തുണ ആ 2 കാര്യങ്ങളിൽ നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രി അടക്കം MP-മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിയമ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികളെ പിന്തുണയ്ക്കണം, എന്നാലേ വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിയൂ, രാജ്യത്തിനൊപ്പം നിൽക്കണം, സ്ത്രീകൾ നയിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഇത് നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ 11 മണിയോടുകൂടി സഭ ആരംഭിക്കുമ്പോൾ എന്താണ് അന്തരീക്ഷം എന്നുള്ളത് വ്യക്തമാകും. ശരി, R. അച്യുതനാണ് വിവരങ്ങൾ നൽകിയതിന്. PR അരവിന്ദിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്ന് PR അരവിന്ദ് പറയും. അരവിന്ദ്, അല്പസമയം മുൻപ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു TMC-യിലെ എല്ലാ MP-മാരും എത്തില്ല എന്നുള്ളത്. അത് ഏത് തരത്തിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടിനെ ബാധിക്കുക? ഒപ്പം തന്നെ എല്ലാ MP-മാരും എത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ആ നിലപാട് കടുപ്പിക്കുമ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം? എങ്ങനെ ഇതിനെ എതിർക്കാനാണ് തീരുമാനം? പ്രവിധ ഹാഷ്മി, ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് ഇക്കാര്യം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യോഗത്തിലാണ് ചില തൃണമൂൽ കോൺഗ്രസ് MP-മാർ ഇന്ന് പാർലമെന്റിലേക്ക് എത്തില്ല എന്ന് സാഗരിക ഘോഷ് അറിയിക്കുകയും പിന്നാലെ ചില തർക്കങ്ങൾ ഇന്നലെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൃത്യമായി എല്ലാ MP-മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ പാർലമെന്റിൽ ബില്ലിനെ എതിർക്കണം, അല്ലെങ്കിൽ അത് BJP സഹായിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാക്കുമെന്നതാണ് രാഹുൽ ഗാന്ധി അടക്കം യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടൊപ്പം തന്നെ MP-മാർക്കടക്കം വിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ MP-മാരോട് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ അടൂർ പ്രകാശ് ഒഴികെയുള്ള MP-മാർ എല്ലാവരും ഇന്ന് പാർലമെന്റിലേക്ക് എത്തുന്നുണ്ട്. അടൂർ പ്രകാശിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാകും ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ഒരു തരത്തിലും ബില്ലുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വിശ്വാസത്തിലെടുത്ത പ്രതിപക്ഷത്തെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ കേന്ദ്ര സർക്കാർ
സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടക്കുന്ന സമയത്താണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അപ്പോൾ വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്നൊരു പ്രചാരണം കൂടി നടത്താൻ BJPയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കും. എന്തായാലും 11 മണിക്കാണ് സഭാ നടപടികൾ ആരംഭിക്കുക. ശക്തമായി തന്നെ 3 ബില്ലുകളെയും എതിർക്കുവാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബില്ലുകൾ പോലെയുള്ള നാടകീയ സംഭവങ്ങൾക്ക് നേരത്തെ ലോക്സഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മനേഷ് മൂർത്തി വിളിച്ചിരുന്നു. മനേഷ്, ഇതിലെ പ്രശ്നം നേരത്തെ നമ്മൾ നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ കണ്ടതാണ്. ഈ ജനസംഖ്യാ നിയന്ത്രണം അടക്കം വളരെ ഗംഭീരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ കേരളം അടക്കം തമിഴ്നാട് അടക്കം. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിയതിനെ പീനലൈസ് ചെയ്യുക, അതിനൊരു ശിക്ഷ എന്ന മട്ടിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റ് വർധന എന്നുള്ളതിലാണ് പ്രശ്നം. അത് വളരെ ലോജിക്കലായി ശരിയുമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ DMKയുടെ പ്രതിഷേധം? ഇപ്പോൾ ഇന്ന് ഈ ബില്ല് പാസ്സാകുന്നുവെങ്കിൽ, ഏതെങ്കിലും പാസ്സാകുന്നുവെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് തമിഴകം സാക്ഷ്യം വഹിക്കുമോ മനേഷ്? കാശ്മീർ പ്രവിധ 11 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്ന സമയം. ഈ ബില്ല് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ DMKയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അത് നേതാക്കൾ എവിടെയാണോ, പല നേതാക്കളും പല സ്ഥാനാർത്ഥികളും ഒക്കെ പ്രചാരണത്തിന്റെ ഭാഗമാണ്. പല സ്ഥാനാർത്ഥികളും ഇന്നിപ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രചാരണം പോലും നടക്കുന്നത്. അത്രയും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഒരു പ്രതിഷേധം എന്തായാലും DMK ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഒരേ സമയം സംസ്ഥാന വ്യാപകമായി തന്നെ ഈ ബില്ല് കത്തിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം. ഇന്ന് രാവിലെ നാമക്കലിൽ മുഖ്യമന്ത്രി കരിങ്കൊടി ഉയർത്തുകയും അതിനുശേഷം ഈ ബില്ല് കത്തിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിന്ദി വിരുദ്ധ സമരം അത് തമിഴ്നാട് എങ്ങനെയാണ് നടത്തിയത്, അതിന് ആ ഒരു സമരത്തിന് മുമ്പിൽ കേന്ദ്രത്തിന് തലകുനിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവസാനം കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വന്നു. സമാനമായ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം ഈ പറഞ്ഞ രീതിയിൽ ഈ ബില്ലിനെതിരെ, ഈ മണ്ഡല പുനർനിർണയത്തിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു ബില്ലോട്, അല്ലെങ്കിൽ ഈ സമരത്തോടു കൂടി, പ്രക്ഷോഭത്തോടു കൂടി BJPയുടെ അഹന്ത അവസാനിപ്പിക്കും എന്നുള്ളതാണ് DMKയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും ശക്തമായ പ്രതിഷേധമുണ്ട്. മാത്രമല്ല പാർലമെന്റിൽ 3 ദിവസമാണ് ബില്ല് ചർച്ചയ്ക്കെടുക്കുക. 3 ദിവസവും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നടത്താൻ കൂടി ആഹ്വാനമുണ്ട്. അതായത് 3 ദിവസവും കരിങ്കൊടി പ്രതിഷേധമാണ് നിലവിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ആ പ്രക്ഷോഭത്തിന്റെ രൂപം മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും 11 മണിക്ക് സംസ്ഥാന വ്യാപകമായി ബില്ല് കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ DMK ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.